അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷോപ്പിംഗ് ആൻഡ് പാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഞങ്ങൾ ഓൾറെഡി ഒരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എടുത്ത ഒരു വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഇന്ന് പോകുന്നത് ടൗണിൽ കോർണേഷൻ്റെ അവിടെയുള്ള സുഡിയോൻ്റെ ഷോറൂമിലേക്കാണ്. അപ്പം ഞാൻ ഈ സുഡിയോൻ്റെ ഷോപ്പിലേക്ക് ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത്. കൂടുതലും പോകാറുള്ളത് ഹൈലൈറ്റിലുള്ള സുഡിയോയിലാണ്. അപ്പം അതിന് മുമ്പ് നോമ്പിൻ്റെ ടൈമിലൊക്കെ പോയ ടൈമിൽ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ഇവിടെ വന്നപ്പോൾ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. സമ്മർ ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുപാട് അങ്ങനെയുള്ള സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കോഡ് സെറ്റും 2 കോഡ് സെറ്റും ഒരു ഷർട്ടും പിന്നെ ഒരു ജീനും അങ്ങനെയാണ് ലൂസ് ഫിറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ലൂസ് ഫിറ്റിങ്ങിൽ വരുന്ന ജീൻസ് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു, പക്ഷേ എവിടെ നിന്നും എനിക്ക് സൈസ് റെഡി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ പോയപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ഒരെണ്ണം കിട്ടി. പിന്നെ ഈ കോഡ് സെറ്റ് നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഫ്ലോറൽ വരുന്ന വൈറ്റിൽ. അങ്ങനെ അതും എടുത്തു. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ പാൻറ്റും ടോപ്പും സെപ്പറേറ്റ് സൈസാണ് കേട്ടോ എനിക്ക് റെഡി ആയത്. നമ്മളിപ്പോൾ എക്സൽ തന്നെ ഉള്ള 2 എടുത്തിട്ട് എനിക്ക് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റിച്ചിങ്ങിൽ വരുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം എക്സൽ പാൻറ്റ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു. പക്ഷേ ഡബിൾ എക്സലിൻ്റെ പാൻറ്റ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് ഭയങ്കര ടൈറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ എക്സലിൻ്റെ പാൻറ്റും എനിക്ക് തോന്നുന്നു ലാർജ് ഓർ മീഡിയം ആ ഒരു ഇതിലുള്ള ഷർട്ടുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് സൈസ് നോക്കിയിട്ട് എടുക്കാം, അതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. മറ്റേത് നമുക്ക് അത് പെയറായിട്ട് വരുമ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഫിറ്റായിട്ടില്ലേ പിന്നെ അത് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കോഡ് സെറ്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ പോയി നോക്കാത്തതുകൊണ്ട് നോക്കാം. അപ്പോൾ അവിടെ കളക്ഷൻസൊക്കെ ഉണ്ടോ എന്താണെന്ന് അറിയില്ല. ഉണ്ടാവും, സമ്മർ ടൈം ആയതുകൊണ്ട് ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് എന്താ പറയുക, ഷോർട്സിന് വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഹസ്ബൻഡ് വരാൻ കുറച്ചും കൂടി ടൈം ആവുമായിരുന്നു. ഹസ്ബൻഡ് അവിടെ ഇറക്കിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഇത് ഹസ്ബൻഡ് വന്ന് പിന്നെ മോനിക്ക് ഹസ്ബൻഡിനും ഒരേപോലെയുള്ള ഒരു ടീഷർട്ടൊക്കെ അവരും അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഇതാ ഹാപ്പി ആയിട്ട് എന്താ പറയുക ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പൊതുവേ ഞാനങ്ങനെ ട്രിപ്പൊന്നും പോകുമ്പോൾ ഷോപ്പിംഗ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്കൊന്ന് ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്നത്. ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന കാണാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ നമ്മൾ വാങ്ങുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് എന്തായാലും എനിക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു ട്രിപ്പിനോട് അടുപ്പിച്ചുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കോഡ് സെറ്റും ഞാൻ കുറേയായി ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു, ഹാപ്പിയായി. അങ്ങനെ നമ്മളിനി ലഞ്ച് കഴിക്കാനാണ് പോകുന്നത്. അപ്പം ചോറ് ആയിരിക്കും വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് വന്നാൽ നമുക്ക് T&Tയിലേക്ക് പോകാമെന്ന്, കോഴിക്കോടുള്ള. അങ്ങനെ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷവായ കഴിക്കുക. ഇവിടുത്തെ ഷവായ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇപ്പോൾ T&T എന്നാണ് ഇതിൻ്റെ പേര്. ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ അവിടെ വന്നപ്പോൾ ഉച്ച ടൈമാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. എന്താ പറയുക, ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കുന്നവരും ഉണ്ടാവും, പക്ഷെ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 പേരും ചോറിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ പിന്നെ ഇവിടെ എത്തിയത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ മൊജിറ്റോ ആണ് അവർ കൊണ്ടുവന്നത് ഓർഡർ ചെയ്തതിൽ. നല്ല അടിപൊളി പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോ ആയിരുന്നു. അത് കഴിഞ്ഞത് ഷവായ വന്നിട്ടുണ്ട്, കുബൂസും ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ റൈസും വരുന്നുണ്ട്. കുബൂസും റൈസൊക്കെ നല്ല തന്നെയാണ്. ഷവായ അങ്ങനെ ഭയങ്കര ഇതൊന്നും തോന്നുന്നില്ല, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഈ ഒരു ബ്രസ്റ്റ് പീസ് കഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഒരു ഉപ്പൊന്നും പിടിക്കാത്ത പോലെ. നമ്മുടെ മസാല ഷവായ പോലെയല്ല. മസാല ഷവായ ശരിക്കും നല്ല ഉള്ളിലൊക്കെ നല്ല ഒരു ഫ്ലേവർ വരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ അവിടുത്തെ പിന്നെ ഒരു സാലഡും ഉണ്ടായിരുന്നു കേട്ടോ, പച്ചമാങ്ങേൻ്റെ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് ബുക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സംഗീത് കൂൾ ബാർ. എല്ലാവർക്കും അറിയാം, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കൂൾ ബാറാണ്. അങ്ങനെ അവിടുത്തെ ഫലൂദ മോനും ഹസ്ബൻഡും കഴിച്ചു. ഞാനൊരു ഐസ്ക്രീം ഷേക്കാണ് കഴിച്ചത്. ഫലൂദയാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ടേസ്റ്റ് അടിപൊളിയൊക്കെ ആണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഈ ഫ്രൂട്ട്സ് വരുന്നതുകൊണ്ട് അത്ര ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് ഞാനൊരു ഐസ്ക്രീം ഷേക്കാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ദിവസം എടുത്ത് വീഡിയോ കേട്ടോ, പാക്കിങ്ങിൻ്റെ അന്ന്. അപ്പോൾ ഇതാ ഡ്രസ്സുകളൊക്കെ
അയൺ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടെ പാക്കിങ് പെട്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എടുത്ത കോഡ് സെറ്റ് ഇതാണ്. 2 കോഡ് സെറ്റും പിന്നെ ഒരു ലൂസ് ഫിറ്റിങ്ങിൽ വരുന്ന ജീൻസും അതിൻ്റെ കൂടെ ഒരു ഷർട്ടും. പിന്നെ ഒരു 4 days ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പം കൊച്ചിയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ആലുവയിൽ പോയി, ഇവിടുന്ന് ട്രെയിന് പോയി, എന്നിട്ട് ആലുവയിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ തിങ്കളാഴ്ച രാവിലെയായിരുന്നു ഫ്ലൈറ്റ്. ഒരു 1.5 hour 1.5 hourൻ്റെ ഉള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. എയർപോർട്ടൊക്കെ വളരെ ചെറിയ എയർപോർട്ടാണ് കേട്ടോ. അവിടെ എന്താ പറയുക, ഇനിയും ഒരുപാട് വികസിച്ചൊക്കെ വരാണ്ട്. പക്ഷേ ലൈഫിൽ ഒരിക്കലെങ്കിലും അവിടെ പോകേണ്ട സ്ഥലമാണ്. നമ്മളെ ഇവിടുത്തെ പോലെ ബാഗേജിനൊക്കെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുമല്ലോ, ആ ഒരു പരിപാടിയൊന്നും അവിടെ ഇല്ല. മീൻസ് വെയിറ്റിംഗ് ഇല്ല എന്നല്ല, നമ്മളിങ്ങനെ കറങ്ങി വരുന്നതൊക്കെ നോക്കി നിൽക്കുമല്ലോ സാധാരണ എയർപോർട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ തന്നെ ലഗേജ് കുറഞ്ഞ ചെറിയ ഫ്ലൈറ്റുമാണ്, അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടെത്തിക്കും. എന്നിട്ട് നമ്മൾ അവിടുന്ന് പിക്ക് ചെയ്യുക, പോവുക. ഒരു എന്താ പറയുക, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ സാധാരണ എയർപോർട്ടിലൊന്നും ഇല്ലാത്ത രീതികൾ. അതാണ് പറഞ്ഞത്, ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സസൊക്കെ വേറൊരു ഇതിലേക്ക് ട്രോളിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. അതൊക്കെ ഓൾറെഡി പാക്ക് ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് വെക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയായിരിക്കും, ലക്ഷദ്വീപിൽ വെള്ളം തന്നെയാണ്. അപ്പോൾ 3 ദിവസം വെള്ളത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് പറ്റിയ ഡ്രസ്സസാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെയൊക്കെ കോഡ് സെറ്റ് ആയതുകൊണ്ട് എനിക്ക് അത് തന്നെ മതി. പിന്നെ ഇവർക്ക് പുതിയതും പിന്നെ ട്രാക്ക് സൂട്ട് ടീഷർട്ട്സൊക്കെ പോലത്തെ അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും എക്സ്ട്രാ ഡ്രസ്സ് കരുതുമല്ലോ, അങ്ങനെ കുറച്ച് കരുതിയിട്ടൊക്കെ ഉണ്ട്. എനിക്കൊക്കെ കറക്റ്റായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വെയിറ്റ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മൾ തന്നെ കെട്ടി വലിക്കണമല്ലോ, കാരണം ഇവിടെ നിന്ന് നമുക്ക് ട്രെയിനിന് പോകണം. എന്നാലും അത്യാവശ്യം 2 ട്രോളിയും പിന്നെന്താ പറയുക, അതിൻ്റെ കൂടെ 2 ബാഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇതൊന്നും ആവശ്യം ഉണ്ടാവുമോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും അവിടെ എടുത്ത് വെക്കുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ട്രോളിയിൽ തന്നെ വെക്കണമല്ലോ, നമുക്ക് ഹാൻഡ് ബാഗിലൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു ചെറിയ ബാഗിൽ സൺസ്ക്രീന്, ഐലൈനർ, ലിപ്സ്റ്റിക്കോ ലിപ് ബാം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ. ഇത് നമ്മളെ ഫസ്റ്റ് ടൈമാണ് സൺസ്ക്രീൻ വാങ്ങുന്നത്. ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അവിടെ നല്ല വെയിലും ചൂടൊക്കെ അല്ല, അപ്പം അങ്ങനെ വാങ്ങിച്ചാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഹസ്ബൻഡ്. പിന്നെ ഇത് ഐലൈനർ, ഇതൊക്കെ എത്രത്തോളം ഇടുന്നൊന്നും അറിയില്ല, എന്നാലും എല്ലാം എടുത്ത് വെക്കുകയാണ്. ഞാൻ എന്താ പറയുക, നമ്മൾ ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കാണുമല്ലോ, അതേപോലെ ഒരു രസത്തിന് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതാ മോൻ്റെ ഒരു കണ്ണിലിറ്റിക്കുന്ന മരുന്നാണ്. അവനൊക്കെ ചെറിയൊരു അലർജി പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ മാറി. അപ്പോൾ അത് കാണിച്ചിട്ട് അതിൻ്റെ ഒരു മരുന്നാണ്. അപ്പോൾ അതും ഇതൊക്കെ ലഗേജിൽ തന്നെ വെക്കേണ്ടതുകൊണ്ട് ഇതൊക്കെ ആദ്യം പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ ബോഡി വാഷ് കാര്യങ്ങൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സ്ഥലത്ത് അധികം ഉണ്ടാവും സോപ്പൊക്കെ, എന്നാലും നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മുടിക്കെട്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ കാണാതാവുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ഒരു 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബോഡി വാഷ്, പിന്നെ ഇത് ബോഡി സ്പ്രേ, അതൊക്കെ അതും വേറൊരു ബാഗ് പോലത്തെ അതിൽ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ സൺഗ്ലാസ് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഈ ട്രിപ്പ് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന സംഭവമുള്ള സൺഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ പാക്കിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ മരുന്നായിട്ട് നമുക്ക് പനിയോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ഉള്ള ഗുളികകളും പിന്നെ അതിൻ്റെ കൂടെ യൂക്കാലിപ്റ്റസ് അങ്ങനത്തെ സംഭവങ്ങളും അതൊക്കെ ലഗേജിലേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരു കരുതലിന് വേണ്ടി നമ്മൾ വെക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റെഡിയായി. എല്ലാവരും ഈവനിങ് ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് നമുക്ക് ട്രെയിന് ഉണ്ടായിരുന്നത് ബുക്ക് ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഈവനിങ് അല്ല, ഉച്ചക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ഒരു എനിക്കൊന്ന് 1:30 1:45 ആ സമയത്താണെന്ന് തോന്നുന്നു ട്രെയിന്. അങ്ങനെ ലഗേജൊക്കെ കയറ്റി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ ബിരിയാണി കഴിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളി കോഴിക്കോടൻ ബിരിയാണി, ദം ബിരിയാണിയൊക്കെ കഴിച്ചു. ഇത് ഒരു ചെറിയ ഹോട്ടലാണ്, നല്ല തിരക്കാണ് എപ്പോൾ പോയാലും. ഹുസൈൻസ് ബിരിയാണി എന്ന് പറയും. ഇത് ബീച്ചിൻ്റെ സൈഡിലും ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അവിടുന്ന് ഇറങ്ങി പിന്നെ നിസ്കാരം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അങ്ങനെ ജനശതാബ്ദിയാണെന്ന് തന്നെയാണ് തോന്നുന്നു, എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. ജനശതാബ്ദി തന്നെയാണെന്ന് തോന്നുന്നു ഫുൾ റിസർവേഷനിൽ വരുന്നത്. അങ്ങനെ ട്രെയിനിൽ കയറി ഇതാ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടായിരുന്നു കേട്ടോ. ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് കാറ്റുണ്ടെങ്കിലും എന്താ പറയുക, ഈ ഒരു ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള ഒരു ചൂടുണ്ടാവില്ല, വല്ലാതെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ട്രെയിനിൽ. അങ്ങനെ നമ്മൾ ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആലുവ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആലുവ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ മുമ്പ് മൂന്നാർ കഴിഞ്ഞ വെക്കേഷന് പോയ സമയത്ത് സ്റ്റേ ചെയ്ത അതേ ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹോട്ടൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി. റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് ഉച്ചയ്ക്ക് കയറി ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉമ്മ മാഹിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് ബേക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് എടുത്തതാണ്. ക്രീം ബന്നും പിന്നെ MRAയിൽ കേക്കൊക്കെ, ടീ കേക്ക് എന്ന് പറയും, അടിപൊളിയാണ്, അതുണ്ട്. പിന്നെ ഒരു ഇതുമുണ്ട്, പോള എന്ന് പറയും, മുട്ടയുടെ പോള, അതുമുണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ കഴിച്ച് അപ്പോൾ ചായയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് സൺഡേ ആണ്, ഞായറാഴ്ചയാണ് ഞങ്ങൾ ആലുവയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് അതൊക്കെ കഴിച്ച് നമുക്ക് മെട്രോയിലൊന്ന് ലുലുവിൽ പോയി വരാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി വേഗം ഇറങ്ങി. നമുക്ക് രാത്രി തിരിച്ച് വേഗം വന്ന് കിടന്നുറങ്ങി വേണമല്ലോ, രാവിലെ എണീറ്റ് പോകാനുള്ളതാണ്. ലേറ്റ് ആക്കാതെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മഗ്‌രിബ് നമുക്ക് ലുലുവിലെത്തി നിസ്കരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ എത്തി. അങ്ങനെ മെട്രോ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു രസമാണല്ലോ, ജസ്റ്റ് ഒന്ന് ലുലു പോവുക, ഒന്ന് കറങ്ങുക, വരിക, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഫുഡ് കഴിക്കുക വരെ. അപ്പോൾ മെട്രോ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ വരാനൊക്കെ എളുപ്പമാണല്ലോ. അങ്ങനെയാണ് ലുലു പോകാമെന്ന് വെച്ചത്, അല്ലാതെ വേറെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ മെട്രോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലുവിൽ കയറുന്ന ആ ഒരു പാസേജ് ഗ്ലാസ് കൂടെ കാണുന്നൊരു വ്യൂ ആണ്. നല്ല അടിപൊളി ബ്ലോക്ക് ഉണ്ട്. നമുക്ക് ഈ റോഡിൽ കൂടെ ഒക്കെ വരാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകൾ എടുക്കും. നമ്മൾ ആലുവയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മെട്രോ ഉള്ളത് കൊണ്ട് തന്നെ എന്തൊരു സുഖമാണ്. അങ്ങനെ അവിടെ എത്തി കൊച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി, എന്നിട്ട് വേഗം പോയി ഫുഡ് കഴിച്ചു. ബർഗർ കിങ്ങിൽ നിന്ന് ബർഗറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.